ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങളുള്ളത് കോടഞ്ചേരി വീട്ടിലാട്ടോ, ചേട്ടൻ്റെ വീട്ടിൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഇനി ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന് കുറച്ച് ദിവസങ്ങളൊക്കെ നിന്നു, നമ്മുടെ റിലേറ്റീവ്സിൻ്റെയൊക്കെ വീടുകളിലൊക്കെ പോയി. ഇനി നമുക്ക് തിരിച്ച് പോകേണ്ടതുണ്ട്. അവിടെ ചെന്നിട്ട് വേണം നമുക്കുള്ള ബാക്കി ജോലികളൊക്കെ തീർക്കാനായിട്ട്. അവിടെയൊന്നും റിലേറ്റീവ്സിൻ്റെ ആരുടെയും വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ അവിടെയും പോകണം. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് വീട്ടിൽ ഇത്തിരി വർക്കുകളൊക്കെ ഉണ്ട്, മെയിൻ്റനൻസ് വർക്കുകളോ കാര്യങ്ങളോ. അപ്പോൾ അതും ചെയ്യിപ്പിക്കണം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു, ഇവിടെ വിശേഷങ്ങളൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോ കാണാം. ഞങ്ങൾ ഇറങ്ങേണ്ട സമയമായിരിക്കും ചേച്ചിയും ചേട്ടനും പള്ളിയിൽ പോയി എത്തിയിട്ടുണ്ട്. അവരെന്നും പള്ളിയിൽ പോകാറുണ്ട് രാവിലെ. അപ്പോൾ അങ്ങനെ പള്ളിയിൽ പോയി എത്തി. അപ്പോൾ ചേച്ചീൻ്റെ ചേട്ടനൊക്കെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞ് വിളിച്ചെങ്കിലും ചേച്ചി പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നു കേട്ടോ ചേച്ചി. ചേട്ടനെ എന്തായാലും പിടിവിട്ടില്ല, ചേട്ടനെ പിടിച്ച് നിർത്തി. അങ്ങനെ ഫോട്ടോയ്ക്ക് നിർത്തിയിരിക്കുകയാണ്. അപ്പോഴേക്കും ചേച്ചി എത്തി. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു, കുറച്ച് സെൽഫി എടുത്തു. മല്ലിയേട്ടൻ സെൽഫി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ രാവിലെ തന്നെ കിട്ടി. അപ്പോഴേക്കും ഇനി ചേട്ടന് ജോലിക്ക് പോകേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടന് ഫുഡൊക്കെ കഴിച്ച് ജോലിക്ക് രാവിലെ തന്നെ പോകണം. പിന്നെ ചേട്ടൻ്റെ മോൻ ഇന്നലെ പോയി കഴിഞ്ഞായിരുന്നു തൃശ്ശൂർ. ചേട്ടൻ്റെ മോൻ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ച് നമ്മുടെ ഫ്രണ്ട്സ് ആരോ ചോദിച്ചായിരുന്നു. ചേട്ടൻ്റെ മോൻ എൻട്രൻസ് ടെസ്റ്റിൻ്റെ കോച്ചിങ്ങിനൊക്കെ ആയിട്ട് അവിടെ പോകുന്നതാണ് തൃശ്ശൂർ. അവിടെ നിന്ന് പഠിക്കുന്ന ഹോസ്റ്റലിൽ. അപ്പോൾ ചിലപ്പോൾ ശനി ഞായറൊക്കെ വരും. പിന്നെ ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ മോൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ലഗേജ് ഒക്കെ വീണ്ടും വണ്ടിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കട്ടോ ചേട്ടൻ. അപ്പോൾ അധികം ലഗേജൊന്നുമില്ല, എങ്കിലും ഉള്ള ലഗേജൊക്കെ എടുത്ത് ബാഗ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മൾ വയനാട്ടിലും കൂടെ പോയതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മുടെ ലഗേജൊക്കെ വണ്ടിയിലെടുത്ത് വെച്ച് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്കങ്ങനെ ഇറങ്ങേണ്ട ടൈമായിട്ടോ. അപ്പോൾ പാപ്പനും മാമയിലും പറഞ്ഞു, രാവിലെ തന്നെ നിങ്ങൾ പൊക്കോ, അല്ലെങ്കിൽ മഴയിൽ വിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതല്ലേ. അപ്പോൾ ഇന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും രാവിലെ തന്നെ പൊക്കോളാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു രാവിലെ തന്നെ പോകാമെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് നേരം വെളുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറപ്പെടാം കേട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വലിയ മഴയൊന്നുമില്ല, ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, കാലാവസ്ഥ നോർമലായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഓൺ ദ വേ പെയ്യോ ഇല്ലയെന്ന് അറിയില്ല. ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. ഞങ്ങൾക്കിവിടെ അധികം ദിവസമൊന്നും കിട്ടിയില്ല താമസിക്കാനായിട്ട്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ വണ്ടി നമ്മളൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് തിരിച്ചു കൊടുക്കണം. വയനാട്ടിലെ ട്രിപ്പിന് വേണ്ടി നമ്മൾ ചോദിച്ചായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കോഴിക്കോടും വന്ന് താമസമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വണ്ടി കൊണ്ടുപോയി കൊടുക്കാൻ പോണേ. അപ്പോൾ അതങ്ങനെ. പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെന്ന് പണിക്കാരെയൊക്കെ കിട്ടിയിട്ട് വേണം. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ പോയിട്ടില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്ന് രാവിലെ 7:45 ഇറങ്ങിയേക്കുന്ന കേട്ടോ വീട്ടിൽ നിന്ന്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് എത്ര നേരത്തെ ഇറങ്ങിയല്ലേ, 10 മണി ഒക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയായിരുന്നു. കാരണം മിനിഞ്ഞാന്ന് ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ പോയെന്ന് മഴയിൽ പെട്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദൂരം പോകേണ്ടതല്ലേ നമുക്ക്. എത്ര മണിക്കൂർ എടുക്കുന്നു? 4.5 മണിക്കൂർ എടുക്കും. 4-5 മണിക്കൂറൊന്ന് കൂട്ടിക്കോ. കാരണം നമ്മൾ വഴിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചായ കുടിക്കാനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ചിലപ്പോൾ ഇറങ്ങും. അപ്പോൾ പിന്നെയും വൈകും. ചായ കുടിക്കാൻ ഇറങ്ങും, ഭക്ഷണം കഴിക്കാൻ ഇറങ്ങും. രാവിലെ ഇപ്പോൾ ഞങ്ങൾ വെറുതെ ചായ മാത്രം കുടിച്ചിറങ്ങിയേക്കാണ്. കാരണം യാത്രയിൽ അങ്ങനെ ഒന്നും ഇപ്പോൾ കഴിച്ചു പോകാൻ, ഇത്രയും രാവിലെ കഴിച്ചു പോകാൻ തോന്നണല്ലേ. അഞ്ചു പുറകിലിരിപ്പുണ്ട്. അഞ്ജുവിന് അവിടുന്ന് ചേട്ടൻ്റെ മോളെ മിസ് ചെയ്യുന്നു. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഭയങ്കര കളിയായിരുന്നു ഈ നേരം വരെ. നമ്മളങ്ങനെ കോടഞ്ചേരിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കോടഞ്ചേരി പള്ളിയുടെ കറക്റ്റ് ഫ്രണ്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ചേട്ടൻ്റെ സ്കൂൾ ഗ്രൗണ്ട്. ചേട്ടൻ പഴയ ഓർമ്മകളെയൊക്കെ പുതുക്കുന്നു. ഇത് കോടഞ്ചേരി അങ്ങാടി. അവിടെ അങ്ങേ അറ്റത്ത് കോട നമുക്ക് നന്നായി കാണാം. കോടമഞ്ഞ് നോക്കി അങ്ങേ അറ്റത്ത് ഞാൻ സൂം ചെയ്യാം. മലയും കോടമഞ്ഞും ഒക്കെ കൂടെ നല്ല ഭംഗി കാണാൻ.
ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് കോടഞ്ചേരി തന്നെ വെച്ച് എൻ്റെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഫ്രണ്ടിനെ കണ്ട സന്തോഷമാണ് ചേട്ടന്. അവർ കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ. അതിന് ശേഷം എന്താ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വഴി തന്നെ ഇറങ്ങി നിന്നാണ് രണ്ടുപേരും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചേട്ടൻ പഴയ ഓർമ്മകളൊക്കെ പുതുക്കി ഇതാ വീണ്ടും ഞങ്ങൾ യാത്ര തുടരും കേട്ടോ. ഇവിടെ റോഡ് പണി കേട്ടോ. റോഡ് പണി എന്ന് പറയാൻ പറ്റില്ല, ഇവിടെ കല്ല് കൂട്ടിയിട്ടിരിക്കുന്നത് അവർ കോരി മാറ്റി എന്തോ ചെയ്യുന്നുണ്ട്. നമ്മോ വണ്ടി വരണ കാണുമ്പോ പേടിയോ. ഇവിടെയൊക്കെ സൈഡ് കെട്ടാൻ വേണ്ടിട്ട് കല്ല് ഇവിടെ ഇടിഞ്ഞു പോയതാ. ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. കെട്ട് അവരുടെ കെട്ടാണ് വീടിന്റെ. ഇവിടെ എല്ലാ വഴികളും നല്ല പോലെ തന്നെ നനഞ്ഞ് കിടപ്പുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ മഴയിൽ നല്ലപോലെ നനഞ്ഞ് കിടക്കുന്ന കോഴിക്കോട് ഏരിയയിലൊക്കെ നല്ല സൂപ്പർ മഴയായിരുന്നു കേട്ടോ. ഇതിൻ്റെ തലേ ദിവസം ഞങ്ങൾ പോരുന്നതിൻ്റെ തലേ ദിവസമൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടയേർഡായി. എല്ലാവർക്കും 3 പേർക്കും ഭക്ഷണം കഴിക്കണമെന്നൊക്കെ തോന്നി. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും പറഞ്ഞത് അവിടെ റോഡ് സൈഡിൽ തന്നെയുള്ളൊരു ഹോട്ടലിലേക്ക് കയറിയേക്കാട്ടോ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും പിന്നെ 1-2 കറികളും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും ബാക്കി ദൂരം യാത്ര ചെയ്യണല്ലോ. അപ്പോൾ വീണ്ടും ഇതാ ഇറങ്ങണം കേട്ടോ. അങ്ങനെ കുറേ ദൂരം യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു അഞ്ജുവിന് വേണ്ടിയിട്ട്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ കണ്ട ഒരു കടയിൽ കയറിയിട്ട് ഞങ്ങൾ അഞ്ജുവിന് വേണ്ടി ടോപ്പ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഈ കടയിൽ കയറിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അഞ്ജുവിനുള്ള ടോപ്പ് അഞ്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി അഞ്ജുവിനുള്ള ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കാര്യമായിട്ടൊന്നും എടുത്തില്ല, 1-2 ടോപ്പ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അത് മാത്രം എടുത്ത് ഞങ്ങളിതാ വീണ്ടും യാത്ര തിരിക്കുകയാണ്. ഇനിയിപ്പോൾ അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ, വീട്ടിലേക്ക് കുറച്ച് ദൂരമുള്ളൂ. അപ്പോൾ ഇനി പെട്ടെന്ന് എത്തണം. അപ്പോൾ പോകുന്നത് ഞങ്ങൾ നേരെ അമ്മയുടെ അടുത്തേക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ആദ്യം പോകുന്നത് അമ്മയുള്ള വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ. അമ്മയുടെ അടുത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോണത്. അപ്പോൾ ഇവിടെ നിന്ന് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ സാവധാനം ഇവിടെ നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോകണുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ അമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. വീണ്ടും സണ്ണി ഇവിടെ വെൽക്കം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. ചേട്ടൻ എത്തിയിട്ടില്ല, രണ്ടുപേരും. ചേട്ടൻ വണ്ടി അവിടെ തിരിച്ച് നീക്കിയിട്ടിട്ട് വരാമെന്നും പറഞ്ഞ് പോയേക്കണം. പോരും. ഞങ്ങളിതേ വന്ന സമയം അമ്മയോടെ നല്ല ഭക്ഷണം കഴിക്കലാണ്. അമ്മേ ഇതെന്ത് വിശേഷം? അമ്മയോടെ TV കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ കോഴിക്കോട് നിന്നുള്ള യാത്രയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി വീട്ടിൽ. അപ്പം വീട്ടിൽ നല്ല അടിപൊളി താറാവ് അല്ലേ, താറാവ് കറി. പിന്നെ ഇവിടെ ബീറ്റ്റൂട്ട് തോരൻ, ഇവിടെ മത്തിക്കറി, ഇവിടെ അച്ചാറ്, സള്ളാസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോവാണ്. ഇപ്പോഴേ വീഡിയോ എടുക്കുന്നത് സണ്ണി കേട്ടോ. അതുകൊണ്ട് സണ്ണിയുടെ കൈ മാത്രമേ കാണുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും ഇത് കഴിക്കാം. പിള്ളേരെയൊക്കെ വീട്ടിലാക്കിയേക്കണം. അതുകൊണ്ട് ഒച്ച അനക്കൊന്നുമില്ല. വീടാകെ ഒരു ശൂന്യമായ ഒരു അവസ്ഥയാണ്, മൂകത ഫീൽ ചെയ്യുന്നു. പിള്ളേർ വന്നാൽ നല്ല അടിപൊളിയായിരിക്കും. അതുകൊണ്ട് അഞ്ജുവിന് വഴിയിൽ തന്നെ തൊട്ട് അഞ്ജു സ്റ്റീവ് ഇല്ലേ ഗ്രേസില്ലേ വെച്ച് മൂഡ് ഓഫ് ആണ്. അഞ്ചു ആകെ മൂഡ് ഓഫ് ആണ്. വഴി തന്നെ ചോദിച്ചാൽ എന്നോട് എനിക്ക് ഗ്രേസ് ഉണ്ടാവില്ലേ സ്റ്റീവ് ഉണ്ടാവില്ലേ. അവര് അച്ഛൻ പറയാം, അവിടെ പോയി കൊണ്ടുവരാൻ പറയുന്നു. ഇനിയിപ്പോ എന്തായാലും അതെ. അപ്പൊ ഞങ്ങളിനി ചോറിനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ചോറൂണൊക്കെ കഴിഞ്ഞ് പിന്നെ എണീറ്റപ്പോഴേക്കും അമ്മയുടെയും ചോറൂണൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങളിരുന്ന് കുറച്ചധികം നേരം കുത്തിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കാരണം 3-4 ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ കിടക്കായിരുന്നു. വയനാട്ടിൽ പോയ വിശേഷങ്ങളും കോഴിക്കോട് പോയ വിശേഷങ്ങളും. അപ്പോൾ അങ്ങനെ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് യാത്രയെ പറ്റിയും കണ്ട കാഴ്ചകളെ പറ്റി വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ടൈം പോയത് അറിഞ്ഞില്ല. അപ്പോൾ ഇനി നമുക്ക് പയ്യെ പുറപ്പെടേണ്ട സമയവും ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും മിടു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ചായയുടെ ടൈം ആയിരുന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞത് മിടു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൊച്ചു പലഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
വട്ടയപ്പം, കിണ്ണത്തപ്പം, ഉണ്ണിയപ്പം, പിന്നെ കട്ട്ലേറ്റ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന പലഹാരങ്ങളൊക്കെ കൂട്ടി ഞങ്ങളിതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങണം കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് ജോലികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എന്നെ കൊണ്ട് വീട്ടിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ. അങ്ങനെ കുറേ ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾ വീട്ടിലെത്തിച്ചേർന്നു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് ദിവസത്തെ മുറ്റടിക്കാതെയൊക്കെ മാവുമേന്ന് ഒരുപാട് ഇലകളൊക്കെ വീണ് മുറ്റൊക്കെ ആകെ ചവറുകൊണ്ട് നിറഞ്ഞേക്കാണ് കേട്ടോ. മാവുമേന്ന് ഇഷ്ടം പോലെ ഇലകളൊക്കെ വീണ് മുറ്റം നിറഞ്ഞു കിടക്കുക ഇലകളായിട്ട്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് അടിച്ചു വാരണം. പിന്നെ ഞാൻ വന്നപ്പോൾ കുറച്ച് ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ അതൊക്കെ കുഴിച്ചിടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ രാത്രി ആവുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ കുഴിച്ചിടണം. പിടിച്ച് കിട്ടുമോ ഇല്ലയൊന്നും അറിയില്ല. മഴക്കാലമായതുകൊണ്ട് ഇതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നാച്ചുറൽ വെള്ളം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാട്ടോ കുഴിച്ചിടുന്നത്. പിടിച്ച് കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് പറ്റുന്ന പോലെയൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നേപ്പിക്കുന്നതിന് ഒരു നേരമായി. അപ്പോൾ ഇനി എൻ്റെ ജോലികൾ ഇങ്ങനെ ഒരുപാട് കിടക്കുന്ന ചൂലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അടിച്ചു വരാനായിട്ട്. ഇനി പയ്യെ അടിച്ചു വാരി വീടൊക്കെ വൃത്തിയാക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ളോഗ്സ് എന്നുള്ള പേജ് ഫോളോ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും ഒട്ടും തന്നെ മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ ബൈ.